നമ്മുടെ ചുറ്റും സംസ്ഥാനത്തിന് ദേശീയ തലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നു ഇന്നിപ്പോൾ സംസ്ഥാനത്തിനകത്ത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി തന്നെ നോക്കാം. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖ്, കോഴിക്കോട് നിന്ന് ഫൈസൽ നെടുമ്പാല തുടങ്ങിയവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം നമ്മൾ മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. അവിടെ മീഡിയ വൺ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു. ഈ ആർമിയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് ബലക്ഷയം കണ്ടെത്തിയതും അവിടെ താമസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയതുമൊക്കെ ഒരു വാർത്ത മീഡിയ വൺ തന്നെ ആദ്യം കൊടുത്ത വാർത്തയായിരുന്നു. എന്നാലും ഈ ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർ അപ്ഡേറ്റ്സുകൾ ഏറെ പ്രാധാന്യമുള്ളതായിരിക്കും. മറ്റൊന്ന്, കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ഓവർസിയർ സ്വപ്നയെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വപ്നയെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതും ഒരു വലിയ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും. മറ്റൊന്ന്, കോട്ടയം മാങ്ങാനത്തെ യുവാവിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് വരുന്നുള്ളൂ എന്നുള്ള അതിപ്രധാനമായ ഒരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയാം. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. ലിഡിയ, കോടതി കേന്ദ്രീകരിച്ചുള്ള വാർത്തകളുണ്ട്, ഒപ്പം തന്നെ മറ്റു വാർത്തകളുമുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ തുടങ്ങേണ്ട വാർത്ത ഏതാണ്? മധ്യ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ സ്വപ്നയുടെ കേസിൽ തന്നെയാണ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തീരുകയാണ്. 3 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. മൂവാറ്റുപുഴ കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. സ്വപ്നയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഇന്ന് സ്വപ്നയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ്. പ്രധാനമായും നമുക്ക് പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാനമായും വരാനിരിക്കുന്നത്, വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ അല്ലെങ്കിൽ സ്വപ്നയ്ക്ക് ജാമ്യം ലഭിക്കുമോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം സ്വപ്നയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് വിജിലൻസ് സൂചിപ്പിച്ചിരുന്നു. ഈ സ്വപ്നം മാത്രമല്ല, മുൻപും ഇത്തരത്തിൽ കൈക്കൂലി മറ്റു ഉദ്യോഗസ്ഥർ കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ സ്വപ്നം മൊഴി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത് കേസ് കൂടുതൽ ഗുരുതരമാവുകയാണ്. മറ്റുള്ള ആളുകളെ കൂടി കേന്ദ്രീകരിച്ച്, സ്വപ്നയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളെ കൂടി കേന്ദ്രീകരിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ 2023 സ്വപ്ന ജോലി തുടങ്ങിയത് മുതൽ, കൊച്ചി കോർപ്പറേഷനിൽ ജോലി തുടങ്ങിയത് മുതൽ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലയളവിൽ സ്വപ്ന കൊച്ചി കോർപ്പറേഷനിൽ ജോലി ചെയ്തു വന്ന കാലയളവിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, വാങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ആ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ കൈക്കൂലി വാങ്ങിയൊരു പശ്ചാത്തലത്തിൽ ഈ പണത്തിൻ്റെയൊക്കെ സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ ഒരു സോഴ്സ് കൂടി കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ വീണ്ടും വിജിലൻസ് കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നാണെന്ന് നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ കടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്.